നമ്മൾ സൗണ്ട് ഹീലിംഗ് ചെയ്യുന്ന സമയത്ത് ഒരാളിൽ എന്താ ഇതെങ്ങനെയാണ് സൗണ്ടാണ് അതിൽ മാറ്റം കൊണ്ടുവരുന്നത്. ഈ സൗണ്ട് ഹീലിംഗ് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള അനുഭവങ്ങളും ഇത്തരത്തിലുള്ള തോന്നലുകളും വരുന്നത് ഒരു തോന്നൽ അല്ലാന്ന് എങ്ങനെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും? ഇതൊരു തോന്നലല്ല, അതെങ്ങനെ ഉറപ്പിക്കാൻ പറ്റും? റിയാലിറ്റിയാണ്. പഴയ കാര്യങ്ങൾ എങ്ങനെ ചിന്തിക്കാതെ ജീവിക്കാൻ പറ്റില്ല. അത് ചിന്തിക്കണം, ചിന്തിക്കരുതെന്നല്ല ഞാൻ പറയണത്, അത് ചിന്തിക്കണം. പക്ഷെ അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറയും. സൗണ്ട് ഹീലിങ്ങിൽ ഇപ്പം ഞാൻ കേട്ടിടത്തോളം വിരലിലെണ്ണാവുന്ന ആളുകൾ ഇന്ത്യയിൽ തന്നെ ഉള്ളൂ. കിടക്കുന്ന പ്രശ്നം അവിടെ തന്നെ കിടക്കാല്ലേ എന്നാണ് എൻ്റെ ചോദ്യം. അല്ല, നിങ്ങൾ പറയണത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഒരു ചോദ്യം നിങ്ങൾ അത് ഈ എക്സ്പീരിയൻസ് ചെയ്യാത്തത് കൊണ്ടാണ് നിങ്ങൾ ചോദിക്കുന്നത് അല്ലേ? ഇതുപോലെ തന്നെയാണ് ഇതിൻ്റെ കാര്യം. അതായത് ഈ പോപ്പപ്പ് ചെയ്യരുത് ഏത് നേരം. അതായത് ഒരു സിറ്റുവേഷൻ, ഒരു അമ്മായിമ്മ വഴക്ക് പറഞ്ഞു, ആ ഒരു സിറ്റുവേഷനെ ഏത് നേരം പോപ്പപ്പ് ചെയ്യാൻ പാടില്ല. ആ പോപ്പപ്പ് ചെയ്യാതെ അതിനെ ഒതുക്കി വെക്കാനായിട്ട് നമുക്ക് സാധിക്കും. അത് ഇതിൽ വളരെ ബ്രില്യൻ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതെങ്ങനെയാണ് സാധിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത്. ഈ ആൽഫ ബീറ്റ ഗാമ എന്ന് പറഞ്ഞ സ്റ്റേജിലേക്ക് നമ്മൾക്ക് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ അതിന് നമ്മൾ ക്ലിയർ കട്ടായിട്ട് നമുക്ക് അതിനെ നീക്കി വെക്കാൻ. നമ്മളിതിൽ ഉറങ്ങുന്ന സ്റ്റേറ്റ് ഏതാ? ഏത്? ആൽഫ ഗാമ ബീറ്റയിൽ നമ്മൾ ഉറക്കത്തിലോട്ട് പോകുന്ന സ്റ്റേറ്റ് ഏതാ? അത് നമുക്ക് നമ്മളിപ്പോൾ ബീറ്റയിൽ നിന്ന് ബീറ്റയിൽ നിന്ന് ആൽഫയിലേക്ക് പോകുമ്പോൾ തന്നെ നമ്മൾ പതുക്കെ മയക്കത്തിലേക്ക് സ്റ്റാർട്ടാവും. അതായത് ഈ മയക്കത്തിലോട്ടാണ് അപ്പോൾ കൊണ്ടുപോകുന്നത്. മയക്കത്തിലേക്ക് ഇയാളെ മയക്കുവെടി വെച്ചിട്ട് കൊണ്ടുപോകുന്നത് നാച്ചുറൽ ആയിട്ടാണ് അത് കയറി പോകുന്നത്. അപ്പൊ എങ്ങനെയാണ് ഞാൻ ചോദിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണ് അപ്പോൾ ഒരാളിൽ മാറ്റം വരുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കുന്നത്. നമ്മൾ സൗണ്ട് ഹീലിംഗ് ചെയ്യുന്ന സമയത്ത് ഒരാളിൽ എന്താ ഇതെങ്ങനെയാണ് സൗണ്ടാണ് അതിൽ മാറ്റം കൊണ്ടുവരുന്നത്. ആ ഒരു പ്രവർത്തനത്തിൽ നമ്മളുടെ ഒരു മാനുവൽ എഫക്റ്റ് ഇല്ല അതിൻ്റെ ഉള്ളിൽ. ഓക്കെ, ഈ ശബ്ദവും മനസ്സും തമ്മിലുള്ള ഒരു കണക്ഷൻ മാത്രമാണ് അവിടെ. അതിലാണ് ഈ സംഭവിക്കുക. അപ്പൊ എങ്ങനെയാണ് ഹീലിംഗ് കിട്ടുന്നത് എങ്ങനെയാണെന്നാണ് എൻ്റെ ചോദ്യം. അതിനെയാണ് ഹീലിംഗ് എന്ന് പറയുന്നത്. അതായത് ഈ മൈൻഡിനെ നമ്മളുടെ ഈ ശബ്ദം ഉപയോഗിച്ച് ശബ്ദം കൊടുക്കുമ്പോൾ ഈ മൈൻഡിനെ ഓട്ടോമാറ്റിക്കായിട്ട് അറിയാൻ സാധിക്കും. അതായത് നമ്മളുടെ ഓട്ടോ ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്, കേട്ടിട്ടുണ്ട്? എൻ്റെ ഒരു ഡിഫറെൻ്റ് അല്ലേ? അല്ല, അത് ഈ ബ്രെയിനിൻ്റെ ഒരു ഇതാണ്. ഓട്ടോ ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുന്നത് ബ്രെയിനിൻ്റെ ഒരു വലിയൊരു കഴിവാണ് അത്. ഓക്കെ, ആ ഒരു സിസ്റ്റത്തിലേക്ക് ആ സിസ്റ്റത്തിൻ്റെ ഫ്രീക്വൻസിയാണ് ചെല്ലുന്നത്. അവിടെ ആ ഫ്രീക്വൻസിയിൽ എത്തുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് വർക്ക് ചെയ്ത് തന്നെത്താൻ മൈൻഡിനെ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ വേണ്ട ഏതൊക്കെ ക്ലിയർ ആക്കണം എന്ന് അതിനാണ് ഡിസൈഡ് ചെയ്യാൻ പറ്റുക. ഇവിടെ പുറത്തിരിക്കുന്ന ആർക്കും പറ്റില്ല അത്. ഓക്കെ, അതിന് തന്നെ ഡിസൈഡ് ചെയ്യാൻ പറ്റുക. ആ ഡിസിഷനാണ് ഈ ക്ലിയർ ആയിട്ട് പറയുന്നത്. അതായത് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ കുറച്ച് വാക്കുകളുണ്ട്. അതായത് നിങ്ങളുടെ ഉള്ളിലാണ് നിങ്ങൾക്ക് വളർച്ച ഇത് കൊണ്ടുവരേണ്ടത്. പുറത്താർക്കും നിങ്ങളെ കൊണ്ടുപോകാൻ പറ്റില്ല, ഒന്നിലേക്ക് എത്തിക്കാൻ പറഞ്ഞത് ഇതെല്ലാം ശരിയാണ്. ഞാൻ ചോദിക്കുന്നത് സൗണ്ടുമായി ബന്ധപ്പെട്ട് അങ്ങ് ചെയ്യുന്ന മ്യൂസിക് സൗണ്ട് തെറാപ്പിയുമായി ബന്ധപ്പെട്ട് ഇതിനെങ്ങനെ വരുന്നു എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ആ ചോദ്യത്തിന് ആൻസറാണ് ഇത്. അതായത് ഈ ശബ്ദം അവിടെ ആ ഫ്രീക്വൻസിയിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ എത്തിക്കുന്നത്, ആ ഫ്രീക്വൻസിയിലേക്ക് എത്തിക്കുക. ഓട്ടോ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് നമ്മുടെ പ്രശ്നങ്ങൾ കിടക്കുന്നത് ഏത് ഫ്രീക്വൻസിയിലാണെന്നാണ് പറയുന്നത്? പ്രശ്നങ്ങൾ കിടക്കുന്നത് പല ഫ്രീക്വൻസിയിൽ കിടക്കുന്നുണ്ടാവും. ഒരാളുടെ ഇതല്ല മറ്റാളുടെ പ്രശ്നം. അത് ഒരുപോലെ ആയിരിക്കില്ലേ? സൗണ്ട് തെറാപ്പി എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല ഇത്? അതെ, ഒരുപോലെയാണ് വരിക. അതായത് ഈ ഒരു ലെവലിലെത്തി ഓട്ടോ ഇമ്മ്യൂൺ സിസ്റ്റം ഓപ്പൺ ചെയ്തിട്ട് പിന്നെ അത് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിലാണ് ഈ സാധനം ചേഞ്ച് ചെയ്തിട്ട് ഇങ്ങോട്ട് എത്തിക്കുക. ഞാൻ ചോദിക്കുന്ന ഒരു റിലാക്സേഷന് പുറത്ത് എങ്ങനെയാണ് ഇതിലോട്ട് ഇതൊരു കാരണം ഒരു സൗണ്ട് തെറാപ്പി നമ്മൾ ചെയ്യുമ്പോൾ ഒരു റിലാക്സേഷൻ മസ്റ്റായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മുടെ ബോഡിയും നെർവസും നമ്മുടെ ബ്രെയിനും എല്ലാം റിലാക്സ് ആവുന്നുണ്ട്. പക്ഷേ ആ റിലാക്സേഷൻ്റെ അപ്പുറത്തോട്ട് ഇതെങ്ങനെയാണ് ഹീലിങ്ങിലോട്ട് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ എൻ്റെ പ്രശ്നം സാമ്പത്തികമായ പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ സാമ്പത്തികമായ പ്രശ്നത്തിൽ നിന്ന് തന്നെ എൻ്റെ ബുദ്ധിമുട്ടുകളായിരിക്കാം, എനിക്ക് ഫാമിലിയിൽ നിന്ന് വരുന്ന ഇഷ്യൂസ് ആയിരിക്കാം, റിലേഷൻഷിപ്പ് ബേസ് ഇഷ്യൂസ് ആയിരിക്കാം, എൻ്റെ പ്രൊഫഷണൽ ബേസ് ഇഷ്യൂസ് ആയിരിക്കാം. ഈ സൗണ്ട് തെറാപ്പി കഴിഞ്ഞതിന് ശേഷം നാളെ ഞാൻ ആ ഇഷ്യൂസിനെ നേരിടണം. അതേ പ്രശ്നങ്ങൾ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അതായത് എൻ്റെ കഴിഞ്ഞു പോയ എൻ്റെ മെമ്മറീസിലുള്ള എൻ്റെ ഇഷ്യൂസും ഇപ്പോൾ ചൈൽഡ്ഹുഡ് ട്രോമയാവാം, അബ്യൂസിങ് ആവാം, അല്ലെങ്കിൽ ഒരു പക്ഷേ ആങ്സൈറ്റി ആവാം, ഡിപ്രഷൻ ആവാം, BPD ആവാം, അല്ലെങ്കിൽ ബൈപ്പോളർ ഡിസീസ് ആവാം, എന്ത് വേണമെങ്കിലാവാം. ഇതെല്ലാം എൻ്റെ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ഇതിനെല്ലാം എങ്ങനെയാണ് നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നതാണ് അഡ്രസ്സ് ചെയ്യുന്ന പോയിന്റ്. അത് അഡ്രസ്സ് ചെയ്തു ശേഷം ഹീലിംഗിലോട്ട് എങ്ങനെ കിടക്കാം? എൻ്റെ ഇഷ്യൂ അവിടെ നിൽക്കാല്ലേ? ഇഷ്യൂ ഈ അഡ്രസ്സ് ചെയ്ത് ഹീലിംഗ് കഴിഞ്ഞിട്ട് തിരിച്ച് അയാൾ വരുന്ന ടൈമിൽ അയാൾക്ക് എല്ലാം കഴിഞ്ഞു. അയാളുടെ ട്രോമ മുഴുവൻ ഉള്ളിൽ നിന്ന് പോവും, പുറത്തേക്ക് ഇറങ്ങും. പുറത്ത് പോയി അയാൾക്ക് പിന്നെ ഒന്നും കിട്ടില്ല അകത്ത്. അതെങ്ങനെ? അതായത് ആ ഒരു ട്രിക്കാണ് ഇതിന്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്നത്. അതെങ്ങനെ? നിങ്ങൾ ഏത് ഇഷ്യൂ ആണെങ്കിലും കൊണ്ടുവന്നോട്ടെ, ആ ഇഷ്യൂ അത് അപ്പം തന്നെ അതിനെ
റീക്രിയേറ്റ് ചെയ്ത് അത് മാറ്റും. അതാണ് ഞാൻ ഇത്രയും കൃത്യമായിട്ട് പറയുന്നത്. അതായത് ഇപ്പം ഞാൻ ഒരു ഇതിൽ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സദ്ഗുരുവിന് മാത്രമേ ആ സദ്ഗുരുവിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരാളെ നമ്മളിപ്പോൾ ഇവിടെ ഒരുപാട് ഗുരുക്കന്മാരുണ്ട്. അയാൾക്ക് ഇപ്പോൾ ഷാജിൻ ഒരു ഗുരുവാക്കി മാറ്റാൻ സാധിക്കുമോ? പറ്റില്ല. പക്ഷെ ഇവിടെ രാജേഷൻ ഞാനാണ്. ഞാൻ എൻ്റെ ഉള്ളിൽ ക്ലിയർ ആക്കിയിട്ടുണ്ടെങ്കിൽ അതുപോലെ എനിക്ക് നിങ്ങളെയും ക്ലിയർ ആക്കി തരാൻ പറ്റും. വിത്തിൻ 1 hourലാണ് ഈ സംഭവം നടക്കുക. ഇതൊരു എന്താ പറയുക, ഒരു കേൾക്കുന്ന ആളുകൾക്കൊക്കെ ഒരു തമാശയായിട്ടാണ് തോന്നുന്നത്. പക്ഷെ വൺസ് എക്സ്പീരിയൻസ് ചെയ്ത് കാണാം. ഇതൊരു സയൻറ്റിഫിക്കലി പ്രൂവഡ് ആക്കാൻ പറ്റുമോ, അതോ അത് അവരുടെ ഇമാജിനേഷനോ? അത് ഞാൻ പറയുന്നത് ഇപ്പോൾ ഒരു സൗണ്ട് ഹീലിംഗ് തെറാപ്പിയിലൂടെ പലപ്പോഴും സംഭവിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വളരെ ഇമോഷണലി ആവുമെന്ന് പലപ്പോഴും കാണാറുണ്ട്. അത് ഒരിക്കലും ഇല്ല. അത് സൗണ്ട് ഹീലിംഗിൽ വരില്ല. നിങ്ങൾ കണ്ടിട്ടില്ല. അത് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറയാം. നിങ്ങളിപ്പോൾ പറഞ്ഞു എൻ്റെ അടുത്ത് സൗണ്ട് ഹീലിംഗ് ചെയ്ത് നിങ്ങൾ ആളെ കണ്ടിട്ടില്ല. ആളെ കണ്ടാൽ നിങ്ങൾക്ക് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിക്കാം, രോഹിത്തിൻ്റെ അടുത്ത്. നിങ്ങൾ ആളെ കണ്ടിട്ടില്ല. ഒരു സൗണ്ട് ഹീലിംഗ് കഴിഞ്ഞ ഒരു വ്യക്തിനെ ആ ആളെ കണ്ടിട്ടുണ്ട് കാണുക, അല്ലെങ്കിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഈ ഡൗട്ടായിട്ട് നിങ്ങൾ പിന്നെയും ചോദിക്കുന്നത്. അതായത് ഇതാണ് അതിൻ്റെ ഒരു ട്രിക്കല്ല, ഇതാണ് അതിൻ്റെ ഒരു മെയിൻ ഏരിയ. ഇതിൽ കൂടെ കടന്നു പോണ ഒരു വ്യക്തി, അതായത് ഈ ഒരു മൊഡാലിറ്റിയിൽ ഞാൻ ചെയ്യുന്ന കാര്യം അല്ലാതെ വേറെ ഇതിൽ വരില്ല. അതായത് ഇപ്പം ഞങ്ങൾ ചെയ്യുന്ന ആ ഒരു മെത്തേഡിലാണ് ഈ ഒരു പ്രോസസ്സ് നിൽക്കുന്നത്. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ഒരുപാട് മൊഡാലിറ്റികൾ നടക്കുന്നുണ്ട്. സൗണ്ട് ഹീലിങ്ങിൽ ഇപ്പം ഞാൻ കേട്ടിടത്തോളം വിരലിലെണ്ണാവുന്ന ആളുകൾ ഇന്ത്യയിൽ തന്നെയുള്ളൂ. ഇന്ത്യയിലാണ് ഞാൻ പറയുന്നത്, അല്ലാണ്ട് കേരളത്തിൽ മാത്രമല്ല. വിരലിലെണ്ണാവുന്ന ആളുകളുള്ളൂ. അതായത് നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള ഒരാളെയാണ് കാണേണ്ടത്, വളരെ ക്ലിയർ ആയിട്ട്. അതായത് ഇപ്പം ഞാൻ ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളിൽ ഒരു ചേഞ്ച് നിങ്ങൾക്ക് ആദ്യം തന്നെ കിട്ടണം. ഫസ്റ്റ് ഡേ 1 തന്നെ അത് കിട്ടിയ ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും അയാൾ പറയുന്ന ആ നമ്പർ ഓഫ് ഡേയ്സ് കംപ്ലീറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ ഇഷ്യൂവും റിസോൾവ് ആവും. ഈ സൗണ്ട് ഹീലിങ്ങിലൂടെ വരുന്നൊരു റിസൾട്ട് എന്തായിരിക്കും പിന്നീട് അതിന് ശേഷം? അവരുടെ ലൈഫിൽ വരുന്ന മാറ്റങ്ങൾ എങ്ങനെയെല്ലാമായിരിക്കും? ഏതെല്ലാം മേഖലയിൽ എങ്ങനെയെല്ലാമായിരിക്കും അവരുടെ ഇമോഷൻസ് എല്ലാം നോർമലായിരിക്കും. നമുക്ക് ഏത് ഇമോഷൻ വേണമെങ്കിലും ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, നോർമൽ മീൻസ് നമുക്ക് അതിനെ ഹയറിലേക്കും ലോവറിലേക്കും കൊണ്ടുപോകാൻ പറ്റില്ല. അതായത് നമുക്കിപ്പോൾ ഇമോഷണൽ ഫ്രീക്വൻസി ലെവലിൽ എന്ന് പറഞ്ഞാൽ ബേസിൽ കിടക്കുന്നത് ദേഷ്യം, വൈരാഗ്യം, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ടോപ്പിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതായത് അനുഗ്രഹീതനായിരിക്കണ ഒരവസ്ഥ, ഹാപ്പിനെസ്, സന്തോഷം, അങ്ങനെയൊക്കെയുള്ളതാണ് ഏറ്റവും ടോപ്പ് മോസ്റ്റിൽ കിടക്കുന്നതൊക്കെ. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുള്ള് ബ്ലിസ്ഫുൾ എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റിലേക്ക് നമ്മൾ എത്തുകയാണ് ചെയ്യുക. അതായത് നമ്മളെല്ലാം കൊണ്ട് നമ്മൾ നിറഞ്ഞാൽ നിൽക്കുന്നത്, നമ്മൾ ഫുൾ ബ്ലസ്ഡ് ആയിട്ട് ഇരിക്കണ ഒരു ഫീലാണ് നമുക്ക് എപ്പോഴും ഉണ്ടാവുക. അത് നമുക്ക് മാക്സിമം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നോ അതനുസരിച്ചായിരിക്കും പിന്നെ ലൈഫ് മാറിക്കൊണ്ടിരിക്കുക. ഇവിടെ എന്ത് റിസൾട്ട് ഉണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാൾക്കും വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല. നമ്മൾ ബ്ലസ്ഡ് ആയിട്ട് തോന്നലാണെങ്കിലോ, ഈ സൗണ്ട് ഹീലിംഗ് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള അനുഭവങ്ങളും ഇത്തരത്തിലുള്ള തോന്നലുകളും വരുന്നത് ഒരു തോന്നൽ അല്ലാന്ന് എങ്ങനെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും? ഇതൊരു തോന്നലല്ല, അതെങ്ങനെ ഉറപ്പിക്കാൻ പറ്റും? റിയാലിറ്റിയാണത്. അതെങ്ങനെ റിയാലിറ്റി ആവുന്നത്? റിയാലിറ്റി ആണത്. കാര്യം അവർ കണ്ണുകളടച്ചാണ് നിൽക്കുന്നത്. കുറേ സമയത്ത് സൗണ്ട് ഫ്രീക്വൻസി ഉപയോഗിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ബ്രെയിൻ ഷട്ട് ഡൗൺ ആയി കഴിഞ്ഞാൽ അവർ നേരെ പോകുന്നത് സബ് കോൺഷ്യസിലോട്ടായിരിക്കും. സബ് കോൺഷ്യസിൽ അവർ എങ്ങനെയാണോ അവരുടെ ഡേറ്റ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ഹാലൂസിനേഷൻ എങ്ങനെയാണോ അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അതിലൂടെ ആയിരിക്കും ഇവർ കണക്റ്റ് ആവുന്നത്. അതിനെങ്ങനെയാണ് ഇവരുടെ സബ് കോൺഷ്യസ് നടക്കുന്ന കാര്യം എങ്ങനെ നമുക്ക് റിയാലിറ്റിന്ന് എങ്ങനെ തെളിയിക്കാൻ പറ്റും? അതായത് നമ്മളിപ്പോൾ ഇപ്പോൾ പറഞ്ഞതൊക്കെ കറക്റ്റാണ്. അവരുടെ ആ സബ് കോൺഷ്യസിലേക്ക് കയറി കഴിയുന്ന ടൈമിൽ അവരുടെ അതിനെ റീസ്റ്റാർട്ട് ചെയ്യും. അതായത് അവർക്ക് ആവശ്യമുള്ളത് മാത്രമേ അവർക്ക് കൊടുക്കുള്ളൂ. അത് ഓൾറെഡി സബ് കോൺഷ്യസിന് തന്നെ അറിയാൻ സാധിക്കും. ഇവിടുത്തെ എല്ലാം ഇപ്പം നമ്മൾ തമ്മിൽ കാണുന്നതും ഇതൊക്കെ നമ്മുടെ ആ ഒരു സബ് കോൺഷ്യസിൻ്റെ തോട്ടിൻ്റെ ഫലമായിട്ടാണ്. ഓക്കെ, എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഓരോ വീഡിയോ ഒക്കെ കാണുന്ന ടൈമിൽ ഞാൻ ചിലപ്പോൾ ആഗ്രഹിച്ചിട്ടുണ്ടാവും നിങ്ങളുടെ കൂടെ ഒരു ഇൻ്റർവ്യൂവിന് ഇരിക്കും എന്നുള്ളതൊക്കെ. അതുകൊണ്ടാണ് നമ്മളിവിടെ വരുന്നത്. ഓക്കെ, അല്ലെങ്കിൽ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട് ഇയാളൊന്ന് ഇൻ്റർവ്യൂ ചെയ്ത് നോക്കണം, എന്താണ് ഇയാൾ എന്നുള്ളതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം നിങ്ങളും ഇത് കരുതിയിട്ടുണ്ട്. നിങ്ങളുടെ മൈൻഡ്, അതായത് നിങ്ങളുടെ ഇന്നർ കോറിൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ തമ്മിൽ ഇപ്പോൾ ഇരിക്കുന്നതും നമ്മൾ ഈ ഡിസ്കഷൻ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നതും ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്.
ഓക്കെ. അല്ല, ഞാൻ നേരത്തെ ചോദ്യത്തിന് ഉത്തരം തന്നില്ല. ഇത് ഹാലൂസിനേഷൻ ആണോ അല്ലയോ എന്ന് എങ്ങനെ തിരിച്ചറിയാൻ പറ്റുമെന്ന് ചോദിക്കുന്നത്. ഇത് റിയാലിറ്റിയിലേക്ക് നിങ്ങൾ കടക്കും, അപ്പോഴാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. അതല്ലാതെ നിങ്ങൾ റിയാലിറ്റി എന്ന് പറയുന്നത് കണ്ണുറന്ന് നോക്കുന്നു കാണുന്നല്ല റിയാലിറ്റി. കണ്ണടച്ചെന്ന് കാണുന്നല്ല ഹാലൂസിനേഷൻ അല്ല. അത് ഒന്നും ഉണ്ടാവില്ല. അത് ആ ഹാലോസിനേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് തന്നെ നിങ്ങളുടെ ഇല്ലാതാക്കി കളയുന്നത് ഈ സൗണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ചിന്തയേ ഉണ്ടാവില്ല. ഈവൻ നിങ്ങൾക്ക് ഒരു ഡ്രോപ്പ് പോലും ഒരു എന്താ പറയുക ഒരു തോട്ടോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ലാസ്റ്റ് ഇത് ക്ലീനായിട്ട് നിങ്ങളുടെ മൈൻഡ് ക്ലീനായിട്ട് നിങ്ങൾ പുറത്തേക്ക് വരിക. അതായത് നിങ്ങളുടെ ഉള്ളിൽ ഒരു ചിന്ത പോലും ഉണ്ടാവില്ല. അതായത് നമ്മളിപ്പോൾ ഇത് എത്ര സമയത്തേക്കായിരിക്കും ഈ ചിന്ത ഇല്ലാതിരിക്കുന്നത്? ചിന്ത ഇല്ലാണ്ടിരിക്കുന്നത് ചില ആളുകളിലേക്ക് 2 ദിവസം വരെ ചിന്ത ഇല്ലാണ്ടിരിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ മൂന്നാമത്തെ ദിവസം ഇവർക്ക് എന്ത് പറ്റും? അഗെയിൻ അവർക്ക് ഇത് സ്റ്റാർട്ടാവും, ചിന്തയിലേക്ക് അവർ വരും. ചിന്ത കൊണ്ടുവരണം. 2 ദിവസത്തേക്കാണ് നമ്മളിത് ചെയ്യുന്നത്? അല്ല, അതായത് ഈ നമ്മളുടെ ചിന്തകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയോ ലക്ഷക്കണക്കിന് എത്രയോ ആണ് തോട്ട് നമ്മുടെ മൈൻഡിൽ കൂടെ ഒരു ഡേ ക്രോസ് ചെയ്ത് പോണത് ഒരു നോർമൽ പേഴ്സൻ്റെ. അതിൽ കൂടുതൽ കയറുന്നത് അബ്നോർമലായിട്ട് ഒരു മിനിറ്റിൽ നമുക്ക് 4000 to 6000 ഇടയിലാണ് നമുക്ക് തോട്ടുകൾ കയറി പോകണം. അതിൽ ഇതിൻ്റെ കൗണ്ട് കുറയും. പിന്നെ അതായത് നമ്മളിപ്പോൾ എക്സാമ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വർക്ക് കൗണ്ട് കുറഞ്ഞാലും നമ്മുടെ ഇഷ്യൂ അവിടെ നിൽക്കാമല്ലോ. അതാ ഞാൻ ചോദിക്കുന്നത്. 2 ദിവസത്തെ ഒരു ഇത് കഴിഞ്ഞതിന് ശേഷം മൂന്നാമത്തെ ദിവസം ഇവർ പഴയ കാര്യങ്ങൾ എങ്ങനെ ചിന്തിക്കാതെ ജീവിക്കാൻ പറ്റില്ല. അത് ചിന്തിക്കണം, ചിന്തിക്കരുതെന്നല്ല ഞാൻ പറയുന്നത്, അത് ചിന്തിക്കണം. പക്ഷെ അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറയും. പിന്നെ അവർക്ക് അതിനെ കുറിച്ചിട്ട് കൂടുതൽ അതായത് ഒരു തോട്ട് വന്നാൽ അവർക്കറിയാം ഓൾറെഡി ആ തോട്ടിനെ വെച്ചിട്ട് വേറൊരു തോട്ട് കൊണ്ട് റിപ്ലിക്കേറ്റ് ചെയ്ത് അവർക്ക് അതിനെ കളയാനായിട്ട് നോർമലായിട്ട് നമുക്ക് സാധിക്കും. ഒരാളും പറഞ്ഞു കൊടുക്കാതെ നോർമലായിട്ട് സാധിച്ച് അവർക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. അതായത് ഒരു പ്രശ്നം വരില്ല. അതിനൊരു കിടക്കുന്ന പ്രശ്നം അവിടെ തന്നെ കിടക്കാല്ലേ എന്നാണ് എന്റെ ചോദ്യം. അല്ല, നിങ്ങൾ പറയണത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഒരു ചോദ്യം നിങ്ങൾ അത് ഈ എക്സ്പീരിയൻസ് ചെയ്യാത്തത് കൊണ്ടാണ് നിങ്ങൾ ചോദിക്കുന്നത്. അത് ആ ഇഷ്യൂനെ ക്രോസ് ചെയ്തു, നിങ്ങൾ പോയി കഴിഞ്ഞു, ഓൾറെഡി ഇഷ്യൂ ഇല്ല ഇനി അവിടെ. അതായത് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതൊരു ഇഷ്യൂ ഒന്നും അല്ല.